എന്തിട്ട് പരിപാടി മക്കളെ, ഒന്നും പറയണ്ട കേട്ടാ. ആ ടേണിൻ്റെ അപ്പുറത്തെ സ്ഥലത്താണെന്നല്ല ടെൻ്റ് അടിച്ച് നടന്നേ. ഞാൻ മോളിൽ കയറി വന്നിട്ട് അടിയിലെ ഒരു പഴമ്പുള്ള സ്ഥലത്ത് നടന്നില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ അടിക്കുക നടന്നു. അവിടെ നിന്ന് മോളിൽ കയറി വന്നിട്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. നോക്കുമ്പോൾ ഞാൻ വലിയ ഇറക്കം അപ്പം അങ്ങനെ പിടിച്ചതാണ്. പക്ഷേ ഇറക്കം വലിയ ഇറക്കം ഇത്ര ദൂരം നടന്നില്ല, പിന്നെ കുറച്ച് കയറ്റായി. എന്താ ചെയ്യാല്ലേ, കാലത്തൊന്നും കഴിച്ചിട്ടില്ല, നല്ല മാതിരി വിശപ്പുണ്ട്. ഇന്നലെ രാത്രി 10:30 ആകുമ്പോൾ അവിടുത്തെ നിന്ന വില്ലേജിലത്തെ ഒരാൾ വന്നിട്ട് മറ്റേ ചെറുപയർ പോലെ തന്നെ ഒരു കറി മുട്ട പൊഴിങ്ങനൊക്കെ വന്നോളൂ 10:30. നല്ല ഉറക്കം പിടിച്ച് വരുവാണെന്നിട്ടോ നേരത്താണ്. ഇനി പോകാനുള്ള വഴി വേണ്ട. അയ്യോ, ലേന്ന് മണാലിക്ക് പോണ വഴിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിൽ 2-3 മാസം മാത്രം ഓപ്പൺ ആവുള്ളൂ. അത്രയും ഡേഞ്ചറായിട്ടുള്ളതാണ്. കുറച്ച് കഴിഞ്ഞ് പോകാൻ പറ്റില്ല എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. അത്രയും മൈനസാന്ന് പറഞ്ഞത്. ഒരു 100 കിലോമീറ്ററിനടുത്ത് മോളിക്ക് കയറ്റം മാത്രമെന്ന് പറഞ്ഞത്. പറ്റുമെന്നറിയില്ല. 100 കിലോമീറ്റർ എന്തായാലും ചോട്ടാൻ വേണ്ടി പകുതിക്ക് ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടി ഇങ്ങനെ പെടുക. ടെൻ്റ് അടിക്കാൻ സ്ഥലം വേണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ മക്കളെ കണ്ടില്ലേ വഴി, നല്ല ചവിട്ടാം, അല്ലാണ്ട് വേർപ്പാകില്ല. കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാട്ടാ ബാക്കി കാര്യങ്ങളും. കുറച്ച് നേരമായി മക്കളെ, അയ്യോ സൗണ്ട് പോയില്ലോ. കുറച്ച് നേരമായി മക്കളെ അവിടെ നിൽക്കണ്. നല്ല ഗംഭീര കാറ്റാ, മോളിക്ക് കയറിയോണ്ടിരിക്കുക, തീരുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ ഇടയിൽ കടയൊന്നും കിട്ടുന്ന ഒരു രക്ഷയിലേക്ക് തോന്നുന്നില്ല. നല്ല പോസ്റ്റ് ആവുന്നുണ്ട് ഇവിടെ. എവിടെയെങ്കിലും ഒരു 30 കിലോമീറ്ററിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വില്ലേജൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ 5-8 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒന്നും കാണാമല്ലോ ഇവിടെ. പെട്ടെന്ന് തോന്നുന്നുണ്ട്. നോക്കി നോക്കട്ടെ എന്തായാലും. കണ്ടില്ലേ വ്യൂ ഒക്കെ നോക്കിയേ, പേടിയാവുക. അല്ല കല്ലൊക്കെ തലയ്ക്ക് കൊണ്ട് കഴിഞ്ഞാൽ പെട്ടു കഴിഞ്ഞ് കത്തിക്കല്. റോഡ് നോക്കി, റോഡ് മൊത്തം പൊളിഞ്ഞ് പപ്പാസായി കിടക്കുക. 1.5 കിലോമീറ്റർ ഇപ്പോൾ ചവിട്ടി വന്നു. ഇവിടുന്ന് എന്തോരം ഉണ്ടാവുമെന്ന് അറിയില്ല. ഓ വയ്യാട്ടാ, സമയം 10 മണിയാവാറായി. ആകെ 15 കിലോമീറ്റർ തയ്ച്ച് ചവിട്ടിയിട്ടുണ്ട് ഇത്ര ആയിട്ട്. ചവിട്ടാൻ പറ്റണ്ടേ, അയ്യ എന്തൊരു ചെയ്യാലേ. ഓ അല്ലേ ഇവിടെ ചവിട്ടാൻ നോക്കാമെന്ന്, അല്ലാണ്ട് നടക്കില്ല. ആ ടാറ് കണ്ടിറങ്ങിയതുകൊണ്ട് കേട്ടോ. പഞ്ചറാവണ്ടിരുന്ന പേടി. ടാറ് വന്നു. അയ്യോ മക്കളെ, ഓ ടാറ് കണ്ടു. ഓ ഒരു കാറ് വരുന്നുണ്ട്. ഹിമാചൽ പ്രദേശിക്ക് വണ്ടിയാണ്. അയ്യോ അമ്മോ അയ്യ, ഒരുമാതിരി വൃത്തിയായിട്ട വഴിയോള്, പേടിയാവോ. മോളിന്നൊക്കെ വല്ലതും പൊളിഞ്ഞു കൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു കത്തിക്കല്. രണ്ട് കോഴികൾ ഓടി ഇറങ്ങുന്നതാണ് അതിൻ്റെ ഉള്ളിൽ കാണാണ്ടാവും ചെറുതാ. അപ്പോൾ ശരി കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓ എളുപ്പമില്ല. ये विलेज का नाम क्या है? मीरू. हाँ मीरू. कहाँ का है आप? कहाँ का रहने वाले? मैं केरला से आएगा. केरला से? हाँ वही मेरे को लगा. ये बिस्कुट खाओ, यहाँ हमारा बंदा सब आएगा, ये चेक पियो. ഇവിടെ നിന്ന് ഞാൻ അടുത്തേക്ക് കടകളൊന്നും ഇല്ലാന്ന് ഈ വീഡിയോ. ഇവിടെ അടുത്ത് കടകളൊന്നും ഇല്ലാന്ന്. അപ്പോൾ ഇവരോട് കട ചോദിച്ചപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോയി. 40 കിലോമീറ്റർ കഴിഞ്ഞ് കട കിട്ടണമെന്ന് വെച്ചാൽ നല്ല പണിയായി. അങ്ങനെ നോക്കട്ടെ, എന്തായാലും ചായ കുടിച്ചിട്ട് വരാം. അപ്പം എന്തായാലും ഇത് നോക്കിയ മക്കളെ, കുറേ നേരം ഞാൻ അവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കണ്, ഒരു രക്ഷയില്ല. അയ്യോ വയ്യ, സാധനം കഴിച്ചിട്ടില്ല എന്നാണ് പ്രശ്നം. കടകൾ കാണാൻ വേണ്ടിയിട്ട് 9 കിലോമീറ്റർ പോകണ്ടെന്ന് പറയും. 9 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 9 കിലോമീറ്റർ എന്ന് പറയും. ഇവർ പറ്റിയതുകൊണ്ട് ഇത് ഈ മല കഴിഞ്ഞിട്ട് 9 കിലോമീറ്റർ എവിടെ എത്താനാ? അതിൻ്റെ മുകളിൽ മഞ്ഞുമല കാണാനുണ്ട്. ആ വഴിക്ക് പൂണ്ടുവരിഞ്ഞ് ഐസ് സ്നോ മാറ്റിയിട്ടുള്ള വഴി കൂടെ ഉണ്ടല്ലോ, മണാലിക്ക് കിടക്കണ വഴി.
പെട്ടുപടെ എന്തേലും കഴിച്ചില്ലെങ്കിലേ സീന ഇണങ്ങാൻ പറ്റണില്ലേ വയ്യ. നമ്മള് വണ്ടിയിൽ കയറി ഇത് 5 साल हो गए ये वाला. ये 32 का ये ब्लॉक कर दिया. അങ്ങനെ നമ്മള് ये प्लेस का नाम क्या है? പാങ്. ഇതിന്റെ മോളിക്ക് കയറി ഞാൻ പറ്റാറുണ്ട്. നോക്കിയേ तंगलंगला टॉप है. उधर से नीचे मैंने को एक रूम ऑफर कर दिया तंगलंग का नीचे. रूम ऑफर किया उधर. ये नीचे से एक आदमी बोला उसका पास है उसका रूम है उधर. ये बोला उधर स्टे करने का उसका नंबर के कॉल करने का रेंज नहीं है. ഇതാണ് മണാലിക്ക് പോണ തങ്ങലങ്ങല റോഡ്. 3 ഭായിമാർ 1 2 3. ഹായ് 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 ഹായ്. हेलो कर रहे हैं. हेलो. डिस्प्ले टूट रहा है इसका. दिखना है. रोमला से व्हील ड्राइवर स्पेशलिस्ट. ये वाला व्हील स्पेशलिस्ट. അങ്ങനെ വണ്ടിയിൽ കയറി കുറച്ചേര് കാണിച്ചു തരാം. ना यू अपलोड करेगा. ഞാനൊരു 2 ആഴ്ച പിടിക്കുമ്പോൾ അടിക്കത്തണം ചോദിച്ചാൽ പിന്നെ ഓൾട്ടോണ്ട് പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. അപ്പോൾ ജീവനുണ്ട് ഞാൻ നേരെ വണ്ടിയിൽ കയറ്റി. അങ്ങനെ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാട്ടാ. बोला मैं ये है मैं कहता तो ले आऊं 2-3 महीने का मैं करे. हमारे तो बड़े बड़े देख रहा था. हमारे तो रेबल के सोस वाले एंटी आवे लोकल मैं डब्बे में गाल करा क्या मैं ओरिजिनल होता ना वो तो पैन को देना भी जीना करा ठीक है. वो कहीं जाएगी वो तो चीज में वो बताओ इतना टाउडे डब्बे बहन चो वो जीता गए यार दोस्त मेरे. പാങ്ങിലെത്തി. ഞാനേ നല്ലൊരു ഉറക്കി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിന്ന്. റോഡ് മൊത്തം സീൻ റോഡാണ്. കാണുമ്പോൾ നല്ല ഓടിക്കുമ്പോഴേ അങ്ങനെ കുലിഞ്ഞ് ഈ കൊന്നൊക്കെ കയറാണ്ട് പറഞ്ഞ മോളിക്ക് അങ്ങനെ എടുക്കാറ്. अपनी वॉइस में घेरा करना वीडियो बना वॉइस में घेरा करना कुछ ना कुछ बोल. हाँ ये जस्ट देखना ये म्यूजिक ऐड करने का. अच्छा म्यूजिक ऐड करेगा. एक इस पे मासूम शर्मा गाना लगा देना. हाँ ठीक है हरियाणवी सॉन्ग लगा देना एक. हाँ बोले हम भाई बेटे थे हाँ हरियाणा से
हमारे साथ में एक वीडियो बना है ഇതാണ് കേട്ടോ മറ്റേ മയിലാട്ടാക്കുന്ന മണാലിക്ക് വരുന്ന റൂട്ട്. നോക്കി എന്താ അവസ്ഥ എന്നുള്ളത്. ആകെ കൂടിയാണ്. ചാടി ചാടി ഫുൾ ഓഫ് റോഡ്. ഡേഞ്ചർ ഡേഞ്ചർ ഡേഞ്ചർ. बताइए 53 चालू कर तू नहीं बोलते वो विस्की को है अतुम नाट्य ओडा लोग बला सुविधा सारी होनी था अब लाइक भी का कम हो अब बहन के लोड़े हमने आपको ऊपर तक आ लिया സിഗരറ്റും ബീഡിയൊക്കെ ഓർമ്മ വയ്ക്കുന്നുണ്ടോ. അടിച്ചിട്ട് പോവാ. നിറച്ച് കുപ്പികളുണ്ടാവുന്നു. വരുമ്പോഴേക്ക് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞ മാസത്തില് അല്ല കൊല്ലത്തില് 3 മാസം കൊണ്ട് ഈ റോഡ് ആകെ ഓപ്പൺ ആവുള്ളൂ. അപ്പം മാത്രം ധ്യാനം വരാൻ പറ്റുള്ളൂ. ധ്യാനം വരാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നാട്ടില് ഇപ്പം സമയം 6 ഉണ്ട് കേട്ടോ. 6 ഇത് നോക്കിയ വ്യൂ നോക്കി ഭയങ്കര ഡേഞ്ചർ റോഡ് അവിടെ. കുന്നിന്റെ മുകളിലുണ്ട് ഈ സംഭവം വരുന്നത്. 270 കിലോമീറ്റർ അടിക്ക് ഇറങ്ങി വന്നിട്ട് കാണും. മൊത്തം 400 സംതിങ് കിലോമീറ്റർ പോയി. കണ്ടില്ലേ ആൾക്കാർ വന്നിട്ട് ഇട്ടിട്ട് പോയോണ്ടിരിക്കുക കേട്ടോ. കണ്ടില്ലേ തോതിട്ട് പോകണുണ്ടോ ആൾക്കാർ. ഇന്നത്തെ സ്റ്റേ നമുക്ക് ലോറിയുടെ ബാക്കിലോട്ടാ. ലോറിയിൽ പോകുന്ന കാണുന്നില്ല. ലോറിയുടെ ബാക്കിൽ അടിച്ചുള്ള ബാക്കിൽ ഫുള്ള് മലയുണ്ട്. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ അറിയാം. തണാഞ്ചിട്ട് ഒരുമാതിരി തണുന്ന് അറിയില്ലേ. ബസ്സില്ല മക്കളെ. അപ്പൊ ശരി കേട്ടാ, നാളെ കാണാം.